അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ലഗ്നത്തിൽ വ്യാഴമാണ്. അത് വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണുള്ളത്. വ്യക്തിഗതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ 16-ാം തീയതി സൂര്യനും കൂടെ കർക്കിടകത്തിലേക്ക് വരികയാണ്. അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ വിശ്വാസം നേടിയെടുക്കാനും ഒക്കെ സാധിക്കും. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയവുമാണ്. ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ കാലം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനും ഒക്കെ നല്ല കാലമാണ്. ദീർഘകാലമായിട്ടേക്ക് വേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് അത് മെച്ചമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ്. പുതിയ വരുമാന സ്രോതസ്സുകളുണ്ടാകാം. ഉള്ള വരുമാന സ്രോതസ്സിൽ നിന്നും കൂടുതൽ സ്വത്തും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭൂമി, മറ്റ് ഇതര സ്ഥാവര വസ്തുക്കൾ ഇതൊക്കെ ആർജിക്കാനും കൂടുതൽ പുഷ്ടിപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നതാണ്. എന്നാൽ കുറച്ചൊന്ന് സൂക്ഷിക്കാണ്ട് വികാരപരമായിട്ട് ചിന്തിച്ച് ഉള്ള തീരുമാനങ്ങൾ നടത്താതിരിക്കുക. വളരെ കൃത്യമായിട്ട് നിശ്ചയിച്ച് വേണം ഇങ്ങനെയുള്ള ഈ സ്ഥാവര വസ്തുക്കളിലേക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന കാലമാണ്. എന്നാൽ ഒരു അമിതമായിട്ടുള്ള എക്സേർഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കുടുംബജീവിതവും വളരെ അനുകൂലമായിട്ടാണ്. കുടുംബത്തിൽ പുതിയ മംഗള കർമ്മങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാഹം മുതലായിട്ടുള്ളവ നടക്കുക, അതിനൊക്കെ സാധ്യതയുള്ള കാലമാണ്. അതുപോലെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുടെ ഒക്കെ കുടുംബത്തിലെ ഗുരുസ്ഥാനീയരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കാനും ഈ ആഴ്ച വളരെ അനുകൂലമാണ്. ഒരു പരിഹാരം പറയുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ മഞ്ഞ പൂക്കൾ കൊണ്ട് ഉള്ള മാല ചാർത്തുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് അന്നദാനം നടത്തുന്നതും വളരെ നല്ല കാര്യമാണ്. അത് ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്.